രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് പഞ്ചാബിൽ പോയിട്ട് ആർട്ടിഫിഷ്യൽ ലിംസ് വെച്ചിരുന്നു. ഇലക്ട്രോണിക്സ് ഹാൻഡ് വെക്കാം എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നി, അപ്പോഴത്തേക്കും എനിക്ക് ചിന്തിക്കാനും പറയാനും ഒക്കെ ഉള്ളൊരു ഇതായല്ലോ. അപ്പം ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എനിക്കും വിഷമങ്ങളുണ്ടാവും, അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ കരയാറുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ആളല്ല. ഒരു 3 കൊല്ലം മുമ്പ് ഇട്ട അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ഇന്ന് ഞാൻ നോക്കുമ്പോൾ 13 മില്യൺ വ്യൂസ് ഉണ്ടായിരുന്നു സ്വന്തം യൂട്യൂബ് ചാനൽ. പക്ഷെ അത് വളരെ ആക്റ്റീവ് ഒന്നുമല്ല, എപ്പോഴൊക്കെയോ ഏതൊക്കെയോ എടുത്തിടും. എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലാത്ത ഹോബീസ് എന്നൊക്കെ പറയുന്നത്? സിനിമയ്ക്ക് പോവുക, ഐസ്ക്രീം കഴിക്കുക, ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെ ഉണ്ട്. സിനിമയ്ക്ക് പോവുക, ഐസ്ക്രീം കഴിക്കുക, എല്ലാം ഉണ്ട്, നോർമൽ. പിന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ജിലുബോൾ മരിയൻ തോമസ്. യെസ്, താങ്ക് യു. നൈസ് ആയിട്ട്. അല്ല, പക്ഷേ അതിൽ രസകരമായിട്ട് ആ ഗാർഡനിങ് ഒക്കെ ഞാൻ കണ്ടു. ഫസ്റ്റ് വീഡിയോ എനിക്ക് തോന്നുന്നു, ലാസ്റ്റ് വീഡിയോ ആണെന്നു ഗാർഡനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. കുറേ ആക്ടിവിറ്റീസ്, പലർക്കും കൗതുകം ഉണ്ടാവും ജിലു എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നറിയാൻ. അങ്ങനെയുള്ള അപ്പോൾ ഇനി ആക്റ്റീവായിട്ട് നല്ല വീഡിയോസൊക്കെ വരട്ടെ അല്ല കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് നല്ല നല്ല വീഡിയോസ് തരുമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ചോദ്യം ചോദിക്കട്ടെ. എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ ഒരു ആർട്ടിഫിഷ്യൽ കൈ വെക്കണമെന്ന്? ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ഫാമിലി, ഗ്രാൻഡ് ഫാദറും പേരൻസും ഒക്കെ, ആൻറ്റിയും ആരൊക്കെ ആഗ്രഹിച്ച് ഞാനൊരു 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് പഞ്ചാബിൽ പോയിട്ട് ആർട്ടിഫിഷ്യൽ ലിംസ് വെച്ചിരുന്നു. പക്ഷെ അത് ഇലക്ട്രോണിക്സ് ഒന്നുമല്ല, ഒരു പോസ്തെറ്റിക് ആംസ്. ജസ്റ്റ് ഇങ്ങനെ കൈ പോലെ ഇരിക്കുന്നു. അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഭയങ്കര കുറവാണ്. ജസ്റ്റ് ഇങ്ങനെ കൈ ഫുള്ളായിട്ട്, വിരൽ ഫ്ലെക്സിബിൾ അല്ല, ഫുള്ളായിട്ട് കൈ ഇങ്ങനെ ഓപ്പൺ ആവുന്നു, ഗ്ലാസ് ഒക്കെ എടുക്കുന്ന രീതിക്ക് അങ്ങനെ തന്നെ. പിന്നെ അതിലൊരു ബട്ടൺ ഉണ്ട്, അതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഇങ്ങനെ ഹാഫ് എങ്ങനെ ഒരു മൂവ്മെൻറ്റ്സ് അങ്ങനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ എനിക്കൊരു 18 ഇയേഴ്സ് കഴിയുമ്പോൾ, നമ്മളൊരു പ്രായപൂർത്തി വളർച്ചയൊക്കെ ഫുള്ളായി കഴിയുമ്പോൾ ഇലക്ട്രോണിക്സ് ഹാൻഡ് വെക്കാം എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നി, അപ്പോഴത്തേക്കും എനിക്ക് ചിന്തിക്കാനും പറയാനും ഒക്കെ ഉള്ളൊരു ഇതായല്ലോ. അപ്പം ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ആർട്ടിഫിഷ്യൽ ആ കൈ എപ്പോഴും എടുത്ത് കളഞ്ഞപ്പോൾ വേണ്ടാന്ന് തോന്നിയത്? അതിന് നല്ല വെയിറ്റ് ഇല്ല. ഞാനത് 2ാം ക്ലാസ് 3ാം ക്ലാസ് ആ സമയത്ത്, അപ്പം ആ സമയത്താണ് വെച്ച് കുറച്ച് നാളത് നമുക്ക് ഭയങ്കര യൂസ് ഒന്നുമില്ല, ഇങ്ങനെ വെക്കാം എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നമ്മുടെ പേരൻസിനും ആൾക്കാർക്കൊരു ആഗ്രഹം, ഒരു ദിവസം അങ്ങനെ അതായിരിക്കാം അങ്ങനെ വെച്ചത്. അങ്ങനെ കരയാറൊന്നുമില്ല, ഇല്ല. പിന്നെ നോർമലി ഞാൻ പറയാം, നോർമലി എനിക്കും വിഷമങ്ങളുണ്ടാവും, അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ കരയാറുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ആളല്ല. ചിലർ പറയാറുണ്ടല്ലോ, ബോൾഡായിട്ടിരിക്കുന്ന, പുറമെ ഭയങ്കര ബോൾഡായിരിക്കും കാര്യങ്ങളെല്ലാം അതാണ് ഭയങ്കര എല്ലാവരോടും കണിശക്കാരനായിട്ടൊക്കെ നിൽക്കുന്ന, കണിശക്കാരിയായി നിൽക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ട്. പക്ഷെ അവർ ഉള്ളിൽ ചിലപ്പം ഒരുപാട് സങ്കടം. അപ്പോൾ ഒറ്റയ്ക്ക് കിട്ടുന്ന സമയത്ത് ഇരുന്ന് അങ്ങനെ ഏങ്ങലടിച്ച് കരയാം, മൈ ബോസിൽ കരയുന്ന പോലെ, അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ സങ്കടങ്ങൾ തീർക്കുന്ന പോലെ. അങ്ങനെയുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒന്നും ഇല്ല. ഞാൻ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഭയങ്കര ബോൾഡാണ്, ഞാൻ ഭയങ്കര അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാം നോർമൽ. കരയേണ്ട ഒരു സമയം വന്നാൽ ഞാൻ കരയും. അത് ഞാനിപ്പം സിറ്റുവേഷനും നോക്കത്തില്ല. എനിക്ക് കരച്ചിൽ വന്നാൽ ഞാൻ കരയും. ഇല്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് കരച്ചിൽ വന്നു, എനിക്ക് കരയാൻ പിടിച്ചു നിൽക്കാൻ അല്ല, അങ്ങനെ തോന്നിയാൽ ഞാൻ കരയും, ചിരിക്കാൻ തോന്നിയാൽ ചിരി. സ്വാഭാവികമായിട്ട് എനിക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നുകൊണ്ട് ചോദിക്കുകയാണ്, പ്രേമിക്കുന്നുണ്ട്? ഇല്ല, എനിക്ക് അങ്ങനെ പ്രേമം ഉണ്ടായിട്ടില്ല. എന്തോ എന്നെ ആരും പ്രേമിച്ചിട്ടില്ല, എന്താണെന്നറിയില്ല. അല്ല, കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ എത്രത്തോളം ജെനുവൻ ആണെന്ന് എനിക്കറിയില്ല. ഞാനത് അങ്ങനെ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല. മേ ബി ആയിരിക്കാം. എനിക്കെന്തോ അത്ര ധൈര്യം വന്നിട്ടില്ല ആ കാര്യത്തിൽ. ഇപ്പോഴും വന്നിട്ടില്ല. ചേച്ചി ഐ ലവ് യു പറയാൻ ഉദ്ദേശം ഉണ്ടെന്ന് തോന്നല്ലേ? ഐ ലവ് യു. ഐ ടു ലവ് യു.